അല്ല, എന്തെത്ര വേവലാതി പ്രതിപക്ഷ നേതാവെന്ന് ഞാൻ ചോദിക്കുന്നത്? എന്തിനീ കർണാടകയിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നു? വാങ്ങിയിട്ടുണ്ടോയെന്നാണ് ഞാനും ചോദിക്കുന്നത്. ഞാൻ വാങ്ങിയെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവും വാങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. കാരണം ധാരാളം കോൺഗ്രസ് പഴയ പ്രതിപക്ഷ നേതാവ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു ഉണ്ടയില്ല വടി പൊട്ടിച്ചതല്ല. തൊട്ട് മുമ്പത്തെ പ്രതിപക്ഷ നേതാവ് മാസപ്പടി വാങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അന്വേഷണത്തിലെ എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരും. ഈ അന്വേഷണം കൊണ്ട്, കാരണം ഒരു ഷെൽ കമ്പനി രാജ്യത്ത് ഇത്തരം ഫ്രോഡ് നടത്തുമ്പോൾ അതിനുള്ള അന്വേഷണ ഏജൻസിയാണിത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. ഈ അന്വേഷണത്തിന്റെ ഗൗരവം എന്താണെന്ന് അറിയാത്തത് കൊണ്ടല്ല താങ്കൾ ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്കറിയാം. ഇത് കോൺഗ്രസിന്റെ ഒരു ചോദ്യമാണ്. അത് മാധ്യമങ്ങളിലൊക്കെ വരുന്നതുകൊണ്ടാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ്. അത് അതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം. ഇവിടുത്തെ പല പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട പല ആളുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇതിനോടൊപ്പം നടന്നിട്ടുണ്ട്. വെരി സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏജൻസിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കാര്യങ്ങളെല്ലാം പുറത്തു വരും. അല്ല, മുഖ്യമന്ത്രി ഇല്ല, അങ്ങനെ പറഞ്ഞില്ല ശ്യാം. ഞാനിത് നിങ്ങൾ ഈ തെറ്റിദ്ധാരണ പരത്തരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വർണം വിട്ടുകിട്ടാൻ വിളിച്ചു എന്നാണ് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിളിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നില്ലേ? ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്തിലും ലൈഫ് മിഷൻ കേസിലും ജയിലിൽ കിടന്നത്? ആ ചോദ്യം ചോദിക്കരുത്. തെളിവുകളാണ് അന്വേഷണത്തിന് ആധാരം. ഇതിപ്പം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നാണോ ഞാൻ പറഞ്ഞത്? മുഖ്യമന്ത്രിയും മകളും മാസപ്പടി വാങ്ങി എന്നുള്ളത് രാഷ്ട്രീയ ആരോപണമല്ല. അത് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതാണോ? എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വേവലാതി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ? കാര്യം അന്വേഷണം നടക്കട്ടെ. അല്ലെന്ന് പ്രതിപക്ഷം, ഞാൻ ചോദിക്കട്ടെ, SNC ലാവ്ലിൻ കേസ് വിചാരണ കൂടാതെ തള്ളിക്കളഞ്ഞത് ആരാണ്? ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു നൈതികത വേണം. മാധ്യമപ്രവർത്തകർക്കല്ല, ഞാൻ പ്രതിപക്ഷത്തിനോടാണ്. ഒരു നൈതികത വേണം. VD സതീശനും കമ്പനിയും കൃത്യമായ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമുണ്ട്. SNC ലാവ്ലിൻ കേസ് ട്രയൽ ഇല്ലാതെ തള്ളിക്കളഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന വയലാർ രവിയുടെ മകളുടെ ഭർത്താവ്, മുഖ്യമന്ത്രിയുടെ സ്വന്തം ഉണ്ട കൊണ്ടുപോയ ആളില്ലേ, പുരുഷോത്തമൻ, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ചെന്നൈയിൽ 2 ഉണ്ടയായിട്ട് പോയി, തോക്കില്ലാതെ ഉണ്ടയായിട്ട് പോയി. ആ പുരുഷോത്തമനും അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഇടപെട്ടാണ് ആ കേസ് ഒതുക്കിയത്. ആ കേസ് ഒതുക്കിയതിനുള്ള പ്രതിഫലം ഇപ്പോഴും നിങ്ങൾക്ക് ദുബായിൽ പോയാൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. അതേന്ന് ആ കോടതി ഒതുക്കിയതിനെ പറ്റിയാണെന്ന് ഞാൻ പറഞ്ഞത്. വെറുതെ കോടതി പറഞ്ഞതല്ലല്ലോ. CBIക്ക് വേണ്ടി ബാധിച്ചവർ പഴംപൊഴി തിന്നാൻ ഇരുന്നായിരുന്നില്ലല്ലോ. ആ കേസ് വീണ്ടും ട്രയൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ നേടി ഞങ്ങളെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. എന്നിട്ട് സതീശൻ പറയാണ് ലാവ്ലിൻ കേസ് ഒത്തുതീർക്കുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള മാസപ്പടി കേസ് നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ നാണം കെട്ട പണിയെടുത്ത ആളാണ് VD സതീശൻ. നിങ്ങൾ എന്താ അത് ചോദിക്കാത്തത്? ഇത്രയും ലജ്ജാകരമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവും കേരളത്തിലുണ്ടായിട്ടില്ല. ഞാൻ രമേശ് ചെന്നിത്തല ഈ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള ആളാണ്. അദ്ദേഹം പോലും പിണറായി വിജയന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു. പക്ഷേ ഈ VD സതീശനെ പോലെ ഇതുപോലെ ഇത്രയും നിർലജ്ജം മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന വേറൊരു പ്രതിപക്ഷ നേതാവില്ല. അദ്ദേഹം നിയമസഭയിൽ ഇത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി, അങ്ങേറ്റം പരിശ്രമിച്ചു. എന്നിട്ട് അയാൾ പറയുന്ന വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ? അയാൾ ഏജന്റാണ് പിണറായി വിജയൻ. അയാൾ പിണറായി വിജയന് വേണ്ടിയാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്കമാലി ഫോർ കാലടി എന്ന് പറയുന്നത് പോലെയാണ് റെയിൽവേ സ്റ്റേഷൻ. VD സതീശൻ ഫോർ പിണറായി വിജയനാണ്. VD സതീശൻ ഫോർ പിണറായി വിജയൻ. നമ്മൾ കാലടി പോയ അങ്കമാലി പോയ കാണില്ല, അതുപോലെയാണ്. അങ്കമാലി ഫോർ കാലടി. VD സതീശൻ ഫോർ പിണറായി വിജയൻ. നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവുള്ള ധർമ്മം മറന്നു. നിയമസഭയിൽ ചർച്ചയാവാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇപ്പൊ ഈ കർണാടകയിൽ കൊണ്ടുപോയി ഈ സൂട്ട് ഫയൽ ചെയ്തതിന്റെ പിന്നിലും സതീശന്റെ കാഞ്ഞ ബുദ്ധിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അല്ല, അതൊക്കെ സതീശൻ ആള് ഭയങ്കര വിദ്വാനാണ്. DK ഒക്കെ അവിടെ കിടക്കല്ലേ.